വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെതിരെ സംഘടനാ തലത്തിൽ ഉടൻ നടപടി ഉണ്ടാകില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയെടുക്കാമെന്ന CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എ പത്മകുമാറിനെതിരെ സംഘടനാ തലത്തിൽ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 10 മണി മുതലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇടപെടുകയായിരുന്നു. ഇടപെട്ട് കൃത്യമായി ഒരു ഇതുവരെ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു രൂപരേഖ പുറത്തു വന്നിട്ടില്ല. ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ചില ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പത്മകുമാർ ഉൾപ്പെടെ 2 പ്രധാനപ്പെട്ട ആളുകളെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം ആണ് ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെച്ചത്. അത് മാത്രവുമല്ല, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഒരു കാരണവശാലും കുറ്റക്കാരനാണെന്നൊരു വ്യക്തത വരാതെ ഒരാളിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടപടിയെടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തരത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾക്ക് വഴിവെക്കും. അത് ഒഴിവാക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. എന്തായാലും വലിയ താമസമില്ലാതെ തന്നെ കുറ്റപത്രം കോടതിയിലെത്തും എന്നുള്ളത് ഉറപ്പാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പാർട്ടി നടപടികളെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്നായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കന്മാർ എ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിലും ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് പിന്നീട് ഇന്ന് ചേർന്ന ഒരു യോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന ഒരു യോഗം അടിയന്തരമായി വിളിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്നു എ പത്മകുമാർ. ശബരിമല തീർത്ഥാടന സമയമാണ്. അതുകൂടാതെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ എ പത്മകുമാറിനെതിരെ സംഘടനാ തലത്തിൽ ഉടൻ നടപടി ഉണ്ടാകില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയെടുക്കാമെന്നാണ് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഈ ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.